يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറബ് മാസത്തിലെ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ്. പല ആളുകളും അറിവില്ലായ്മ കാരണം, തെളിവുകൾ പരിശോധിക്കാത്തത് കാരണം റബീഉൽ അവ്വലിൽ പ്രവാചകന് പഠിപ്പിക്കാത്ത പല നന്മകൾ ചെയ്യാൻ, അവർ നന്മയെന്ന് വിചാരിച്ചിട്ടുള്ള പല നന്മകൾ ചെയ്യാൻ തിടുക്കം കൂട്ടുകയാണ്. അതിൻ്റെ ബദ്ധപ്പാടിലാണ്, അതിൻ്റെ ഒരുക്കത്തിലാണ് പല ആളുകളും. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിലൂടെ പ്രവാചകന്റെ ജന്മദിനം അത് ആഘോഷിക്കാൻ പാടുണ്ടോ എന്ന് നാം പരിശോധിക്കുകയാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ദീൻ പൂർത്തിയായിട്ടുണ്ട് എന്നതാണ്. ഖുർആൻ പറയുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, ഇതാ ദീൻ ഇന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എൻ്റെ അനുഗ്രഹം, അത് നിഅമത്ത്, അതിവിടെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് സ്വഹാബികൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകൻ ദീൻ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ ആ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ മരണശേഷമെങ്കിലും നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഓരോ നന്മയും പ്രവാചകൻ സ്വഹാബത്തിനോട് അതല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന ദിനത്തിന് പ്രത്യേകതയുണ്ട്, ഇന്ന ദിനം ഇങ്ങനെയെല്ലാം ചെയ്യണം എന്ന് പ്രത്യേകമായി പഠിപ്പിച്ച ആ പ്രവാചകൻ ഒരിക്കൽ പോലും എൻ്റെ ജന്മദിനം നിങ്ങൾ കൊണ്ടാടണമെന്ന്, അതിന് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. ചെറിയ രീതിയിൽ അതിലേക്കുള്ള ഒരു പോയിന്റ് പോലും പ്രവാചകൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതാണ്. അതിലേക്ക് ചൂണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ നിഅമത്ത് എന്ന പ്രവാചകന് പറഞ്ഞ നിഅമത്ത് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദീൻ, ആ യഥാർത്ഥത്തിലുള്ള ദീൻ, അത് നാം ഓരോരുത്തരും മുറുകെ പിടിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ, പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ വിശ്വാസിയാവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതാണ് ഒരു മുസ്ലിം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതാണ് ഇസ്ലാമിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ അതിനടിസ്ഥാനത്തിലാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. പിന്നീട് അവരിൽ വ്യതിചലനമുണ്ടായപ്പോൾ പല ശിർക്കൻ വിശ്വാസങ്ങൾ അവരിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഓരോ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നിയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ പഠിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു മനുഷ്യൻ അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസരംഗം, കർമ്മരംഗം, ആചാരരംഗം, അനുഷ്ഠാന രംഗം, വൈയക്തികം, വൈവാഹികം, വൈദേശികം, രാഷ്ട്രീയം, രാഷ്ട്രാന്തരീയം, സാമ്പത്തികം, ദാമ്പത്തികം, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നീ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ചെയ്തുകൂടാ, ഓരോ സാഹചര്യത്തിൽ എന്തെല്ലാമാണ് നീ പറയേണ്ടത്, ഏതെല്ലാം സാഹചര്യത്തിൽ എന്തെല്ലാം പറഞ്ഞു പോകരുത്, ഇങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങൾ പ്രവാചകനെ വ്യക്തമാക്കി നമുക്ക് പലതും കാട്ടിത്തന്നു, പലതും കൽപ്പിച്ചു, പലതും വല്ലാത്ത മാതൃകയായി പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു. എല്ലാ വിഷയങ്ങളിലും പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നാട് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വീട് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മഹല്ല് പരിപാലിക്കേണ്ടത്, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അവസാനം ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെച്ചാണ് കയറേണ്ടത്, എന്ത് പറഞ്ഞുകൊണ്ടാണ് കയറേണ്ടത്, എന്തെല്ലാമാണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എങ്ങനെയാണ് അവിടെ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് വിസർജിക്കേണ്ടത്, എങ്ങനെയാണ് കഴുകേണ്ടത്, അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് വെച്ചാണ് പുറത്തിറങ്ങേണ്ടത്, ആ ഒരു സമയത്ത് എന്താണ് ചൊല്ലേണ്ടത്, ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നു. ദീനുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ കൂട്ടത്തിൽ എന്തില്ല, പ്രവാചകൻ ഒരിക്കൽ പോലും നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, കൽപ്പിക്കാതെ പോയിട്ടില്ല ഒരു കാര്യങ്ങളും. അഥവാ എല്ലാ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ടോ എന്നതാണ്.
അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? വലൈസ ശൈഉൻ യുഖർരിബുകും ഇലന്നാർ, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ അതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഥവാ അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നിരോധിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. സ്വർഗത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറയുന്നു. ചില ആളുകൾ പ്രവാചകന്റെ കാലശേഷം ആദ്യ ഉത്തമ തലമുറയായ 3 നൂറ്റാണ്ട് 3 കർണ് അതിനുശേഷം ആരൊക്കെയോ കൊണ്ടുവന്ന ശിഈ ആശയക്കാർ കൊണ്ടുവന്ന ഈ നബിദിനം ആഘോഷിക്കുകയാണ്. എന്നിട്ട് അത് ഇസ്ലാമിന്റെ പേരിൽ ചാർത്തുകയാണ്. ഒരിക്കലും ഇസ്ലാമിൽ അതിനൊരു മാതൃകയില്ല എന്ന് നാം മനസ്സിലാക്കണം. പല ആളുകളും പല മൗലിയാക്കന്മാരും പറയുന്നൊരു കാര്യം എന്താ അറിയോ? എങ്ങനെയാണ് പ്രവാചകന് സ്വയം എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കാൻ അതെങ്ങനെ പ്രവാചകന് പറയാൻ കഴിയുക? അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ആഘോഷിക്കേണ്ടെന്ന് പല ആളുകളും പറയുന്നത്. അവസാനം ഒന്നും പറയാനില്ല, അവസാനം പറയുന്നത് വന്നെത്തിയത് ഇങ്ങനെയാണ്. എങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്റെ പേര് കേൾക്കുമ്പോൾ, മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് പറയണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്ന പേര് കേട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതോടൊപ്പം പറഞ്ഞു, ആരാണ് എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് പറയാത്തത് അവൻ പിശുക്കനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, പ്രവാചകരെ, എനിക്ക് എന്റെ ശരീരം കഴിഞ്ഞാൽ അങ്ങയെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ പ്രവാചകൻ പറയാണ്, ഉമർ, നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല, നീ നിന്റെ ശരീരത്തെക്കാളും ഇഷ്ടപ്പെടേണ്ടത് തന്നെയാണ്. ആ പ്രവാചകൻ ഇതും പറയും, ഇത് നന്മയാണെങ്കിൽ, ഇത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പ്രവാചകന് പറയുമായിരുന്നു, എന്റെ സ്വഹാബ, നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണേ എന്നൊരിക്കൽ പോലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാചകന് പറഞ്ഞതായി ഒരാളും ഇന്നവരെ കൊണ്ടുവന്നിട്ടില്ല എന്നതൊരു സത്യമാണ്. തീർന്നില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലയഅതിയന്ന അലാ ഉമ്മതി മാ അതാ അലാ ബനി ഇസ്രായീൽ. ബനി ഇസ്രായേലർ അവരെന്തെല്ലാമാണോ, ക്രിസ്ത്യാനികളും ജൂതന്മാരും അവരെന്തെല്ലാമാണോ അവരുടെ നബിമാരുടെ കാലശേഷം കൊണ്ടുവന്നത്, അതുപോലെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളും അതുപോലെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും. ഏതുവരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ മാതാവിനെ പരസ്യമായി നിക്കാഹ് ചെയ്യുകയാണ് എങ്കിൽ അതുപോലും എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പിന്തുടരും, അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരിൽ, ആ ജൂതന്മാരിൽ അവരിൽ 72 വിഭാഗം ഉണ്ടാകുമെന്നും എന്റെ ഉമ്മത്തിൽ 73 വിഭാഗം ഉണ്ടാകുമെന്നും എന്നിട്ട് പ്രവാചകന് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ആ വിഭാഗം ഏതാണ് എന്ന് നാം ചർച്ച ചെയ്യണം, നാം പഠിക്കണം, അതിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അതേതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഖുർആനും സുന്നത്തും എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ആ മില്ലത്തും വാഹിദ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു വിഭാഗം ഏതാണ് പ്രവാചകരെ? മൻ ഹിയ യാ റസൂലല്ലാഹ്. പ്രവാചകൻ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ ഏതൊരു പാതയിലാണോ, എന്റെ സ്വഹാബത്ത് ഏതൊരു പാതയിലാണോ ആ പാതയിലുള്ളവരാണ് ആ വിഭാഗം ആളുകൾ. പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. സ്വഹാബിമാർ അവരവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പ്രവാചകനെ നമ്മളെക്കാൾ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെക്കാളും
ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരെക്കാളും പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ചവരായിരുന്നു സ്വഹാബിമാർ. ആ സ്വഹാബിമാരിൽ ഒരാൾ പോലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ പാതയിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. യഥാർത്ഥ പാതയിലേക്ക്, സ്വർഗത്തിന്റെ പാതയിലേക്ക്, സ്വർഗത്തിന്റെ ആളുകളുടെ പാതയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് ചില കാര്യങ്ങൾ, വളരെ ഗൗരവമുള്ള ചില പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്, ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നാലാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ തലമുറയായിക്കൊണ്ട് പ്രവാചകൻ പറയുന്നത് ഖൈറുൻ നാസി ഖർനി, എൻ്റെ ആ ഒരു തലമുറയാണ് ഉത്തമമായിട്ടുള്ള തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനുശേഷമുള്ള അവരെ പിന്തുടരുന്ന ആളുകൾ, അവരുടെ ശേഷം ജീവിക്കുന്ന ആളുകൾ. വീണ്ടും പ്രവാചകന് പറയുകയാണ് സുമ്മല്ലദീന യലൂനഹും, അവർക്ക് ശേഷമുള്ള ആ തലമുറ, ആ 3 തലമുറ, ആദ്യ 3 നൂറ്റാണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ തലമുറയെ പിന്തുടരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ തലമുറക്ക് ശേഷമാണ് ഏത് വന്നത്? നബിദിനം എന്നുള്ള ഈ ഒരു ദുരാചാരം അത് കൊണ്ടുവന്നത് ഈ 3 ഉത്തമ നൂറ്റാണ്ടിന് ശേഷമാണ്. അതാണ് സമസ്തയിലെ പണ്ഡിതന്മാർ വരെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കവിതാ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്വഹാബത്തിന്റെ പാത, ആ പ്രവാചകന് കൽപ്പിച്ച പാത, അത് നാം പിന്തുടരേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വഹാബികളുടെ ശേഷം വരുന്ന താബിഈകളുടെ പാത, താബിഈകളുടെ പാത നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അൽഹംദുലില്ലാഹി വഹ്ദഹ والصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള ചില ആളുകൾ അവർ ജാഹിലിയ കാലഘട്ടത്തിൽ ആഘോഷിച്ചിരുന്ന ചില ആഘോഷങ്ങൾ, 2 ആഘോഷങ്ങൾ ആഘോഷിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, ആ 2നും പകരമായി മറ്റൊരു 2 ആഘോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുകയും, എന്നിട്ട് മുസ്ലിങ്ങളുടെ ആഘോഷമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ, അഥവാ ബലിപെരുന്നാളും ചെറിയ പെരുന്നാളുമാണ്. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും മുസ്ലിങ്ങളുടെ ആഘോഷം യൗമുൽ ജുമുഅ, അത് മുസ്ലിങ്ങളുടെ ആഘോഷ ദിനമാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഈ ഒരു 3 ദിനത്തിലുള്ള ആഘോഷമല്ലാതെ മറ്റൊരു ആഘോഷം മുസ്ലിങ്ങൾക്കില്ല എന്ന് പ്രവാചകൻ, ദീനിന്റെ പേരിലുള്ള ആഘോഷം മറ്റൊന്നും പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു തന്നു എന്നത് നാം മനസ്സിലാക്കുക. അതുപോലെ 6ാമതായിക്കൊണ്ട് അള്ളാഹുവിനെ ചില ആളുകൾ അള്ളാഹനെ അങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. യഥാർത്ഥത്തിലുള്ള ദീൻ ഏതാണ്? അത് ഇസ്ലാമാണ്. ഇസ്ലാമിലുള്ള എല്ലാ കാര്യങ്ങൾ അത് പ്രവാചകന് പഠിപ്പിച്ചു തന്നു, വഹീ പ്രകാരം പഠിപ്പിച്ചു തന്നു. അള്ളാന്റെ അടുക്കൽ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിലെ കാര്യങ്ങൾ പ്രവാചകൻ നമുക്ക് ഓരോന്നോരോന്നായി വിശദീകരിച്ചു തന്നു. സ്വഹാബികളിൽ നിന്നും ആ പ്രവാചകൻ കേട്ട ആ കാര്യങ്ങൾ, ആയത്തുകൾ, അത് ആദ്യമായി കേട്ട ആ സ്വഹാബിമാർ ഏത് രീതിയിലാണോ മനസ്സിലാക്കിയത് അതിനനുസരിച്ചാണ് നാം പിന്തുടരേണ്ടത്. എങ്കിലും ചില ആളുകൾ പറയുന്നത് ഈ റബീഉൽ അവ്വൽ മാസം
ആ മാസത്തിലെ എല്ലാ ദിവസവും ആഘോഷിക്കാനുള്ളതാണ്. അതുപോലെ ആ ഒരു മാസത്തിൽ എല്ലാ ദിവസവും ആഘോഷിക്കാനുള്ളതാണ്. അതുപോലെ ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് ചില ആളുകൾ രേഖപ്പെടുത്തി. ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്തത്, പ്രവാചകൻ ഒരിക്കൽ പോലും പറയാത്തത്, അവരില്ലാത്തത് പലതും എഴുതി വെക്കുകയാണ്. എന്തിനു വേണ്ടി? ജനങ്ങളിൽ നിന്നും ഭക്ഷണം കിട്ടാൻ വേണ്ടി. ഭക്ഷണ കൊതിയന്മാരാണ് ഇങ്ങനെയുള്ള പലതും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ചില ആളുകൾ കാശിന്റെ കൊതിയന്മാർ, ജനങ്ങളെ അന്യായത്തിലേക്ക്, യഥാർത്ഥ ദീനിൽ നിന്നും വ്യതിചലിപ്പിച്ചു കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും ചെയ്യുന്ന ചില ആളുകളാണ് ഈ ഒരു രീതി കൊണ്ടുവന്നത് എന്നത് നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആയത്ത് സ്വഹാബത്തിന് ഓതി കേൾപ്പിക്കുകയാണ്. ചില ആളുകൾ ഖുൽ അതഅല്ലിമൂനല്ലാഹ ബിദീനകും, അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനികും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ദീനിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അള്ളാഹുവിനെ എല്ലാം അറിയുകയും എല്ലാം അറിയുന്നവനാണ്, എല്ലാ വിഷയത്തിലും അറിയുന്നവനാണ്. അതുപോലെ തന്നെ ആകാശത്തിലും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിനറിയും എന്ന ആ ഒരു ആയത്ത്, അതിന്റെ വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ചില ആളുകൾ അവര് സഞ്ചരിക്കുന്ന ആ ഒരു പാത, അവർ വാദിക്കുന്ന ചില കാര്യങ്ങൾ, ദീനിൽ പുതുതായി കൊണ്ടുവരുന്ന രീതി, അതെല്ലാം ഈ ഒരു ആയത്തിൽ പെടുന്നതാണ് എന്നും അവരെല്ലാവരും അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത് എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. പലതും ഇസ്ലാമിലെ പറയാത്ത, ദീനിന് പരിചയമില്ലാത്ത പല കാര്യങ്ങൾ. അതുപോലെ തന്നെ ചില ആളുകൾ രേഖപ്പെടുത്തി റമളാനിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ദിനമാണ് റബീഉൽ അവ്വൽ മാസത്തിലെ ഓരോ ദിനമെന്ന് അവർ രേഖപ്പെടുത്തി. പക്ഷെ ഇതിനൊന്നും തെളിവില്ല, പ്രവാചകനെ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികളിൽ നിന്ന് മാതൃകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ ഒരാൾ പ്രവാചകനെ പഠിപ്പിക്കാത്തൊരു കാര്യം, ഇത് ദീനിൽ കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇത് ദീനിലുള്ളതാണ് എന്ന് പറയുകയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വഞ്ചിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. ഒരാൾ ദീനിൽ പുതുതായി ഒന്ന് കൊണ്ടുവരികയാണ്, പ്രവാചകൻ പറഞ്ഞത് ഞാനെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ വേറൊരാൾ ദീനിൽ പുതുതായി ഒന്ന് കൊണ്ടുവന്നു, എന്നിട്ട് പറയാണ് ഇതിന് ഇത്ര കൂലിയുണ്ട്, പ്രവാചകൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു കാര്യം, ഇതിന് ഇത്ര കൂലിയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരിക്കൽ പോലും പ്രവാചകനെ പഠിപ്പിക്കാത്ത പല രീതികൾ അവർ പലതും ഇങ്ങനെ പറയാണ്. അങ്ങനെയുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, പ്രവാചകൻ നമുക്ക് ആ റിസാലത്ത് മുഴുവൻ നമുക്ക് എത്തിച്ചു തന്നിട്ടില്ല, അതിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് ദീനിൽ ഒരാൾ പുതുതായി ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. അതുപോലെ ഒമ്പതാമതായിക്കൊണ്ട് 4 മദ്ഹബിലെ ഇമാമുമാർ അവരൊരിക്കലും ഈ ഒരു വിഷയം അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, അവർ ആഘോഷിച്ചിട്ടുമില്ല എന്നതാണ്. ഇവരെല്ലാവരും ഓരോ വിഷയത്തിലും അങ്ങേറ്റത്തെ ചർച്ച ചെയ്തവരാണ്. ഈ 4 മദ്ഹബിൽ ഓരോ വിഷയത്തിലും, നിസ്കരിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ ഓരോ ആഘോഷ ദിനത്തിലെ വിഷയത്തിൽ, പെരുന്നാളിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് പോകേണ്ടത്, അന്ന് കുളിക്കൽ നിർബന്ധമുണ്ടോ ഇല്ലയോ, അങ്ങനെ തുടങ്ങി ആരെല്ലാമാണ് പോകേണ്ടത്, നടക്കുമ്പോൾ അത് ദൂരെയുള്ളവർ എങ്ങനെ നടക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച മദ്ഹബിലെ പണ്ഡിതന്മാർ ഒരിക്കലും ഒരു കിതാബിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരിക്കലും പറഞ്ഞിട്ടില്ല
ഈ ഒരു നബിദിനം ഇങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതാണ് ഹലാലായിട്ടുള്ളത്, ഇതിൽ സുന്നത്തുണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരു കാര്യവും അവരാരും വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഇവരെല്ലാവരും പ്രവേശിക്കുന്ന സ്വർഗത്തിലേക്കാണ് നമുക്കും പ്രവേശിക്കേണ്ടത് എന്നത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രവാചകൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ആ സ്വഹാബിമാരുടെ പാതയാണ് നാം പിന്തുടരേണ്ടത്. പല ആളുകളും നബിദിനം ആഘോഷിക്കാത്തത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് അത് ചെയ്യുന്നതിലൂടെ അത് ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കി ദീനിൽ പുതുതായി കൊണ്ടുവന്ന കാര്യമാണ്, അതിലൂടെ നരകത്തിലേക്ക് അടുപ്പിക്കുമെന്നും കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പഠിച്ച യഥാർത്ഥ വിശ്വാസികൾ, അവരെ പറ്റി പല ആളുകളും പറയുന്നത് പ്രവാചകനോട് അവർക്ക് ഇഷ്ടമില്ല, ഹുബ്ബില്ല എന്നാണ്, മഹബ്ബത്തില്ല എന്നാണ്. എങ്കിലും ആ ആളുകളോട് അങ്ങനെയുള്ള സംശയം, അങ്ങനെയുള്ള ചോദ്യം മനസ്സിൽ വെച്ച് നടക്കുന്നവരോട് ചോദിക്കാനുള്ളത്, ആ സ്വഹാബിമാർക്ക് പ്രവാചകനോട് ഇഷ്ടമില്ലായിരുന്നു, പ്രവാചകന്റെ 10 ഭാര്യമാർക്ക് പ്രവാചകനോട് ഇഷ്ടമില്ലായിരുന്നു, ലക്ഷക്കണക്കിന് സ്വഹാബിമാരുണ്ടായിരുന്നു, അവർക്കാർക്കും പ്രവാചകനോട് ഇഷ്ടമില്ലായിരുന്നു എന്ന ചോദ്യമാണ്. താബിഈകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ലായിരുന്നു, താബിഈകൾക്ക് പ്രവാചകനോട് ഇഷ്ടമില്ലായിരുന്നു. അതുപോലെ തന്നെ 4 മദ്ഹബിലെ ഇമാമുമാർ, അവർക്ക് പ്രവാചകനോട് ഇഷ്ടമില്ലായിരുന്നു. ആദ്യത്തെ 3 തലമുറ പ്രവാചകൻ പറഞ്ഞ ഖൈറായിട്ടുള്ള തലമുറ, ആ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പ്രവാചകനോട് ഇഷ്ടമില്ലായിരുന്നു എന്ന ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യഥാർത്ഥ പാതയിലേക്ക്, സത്യത്തിന്റെ പാതയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകളും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഉടനെ തൊണ്ട തൊടാതെ വീഴുന്ന ഒരവസ്ഥയാണ്. ദീനിന്റെ വിഷയത്തിൽ നാം അങ്ങേയറ്റം പഠിക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ, നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ടൈൽസ് വാങ്ങുകയാണെങ്കിൽ, ഒരു പെയിന്റ് അടിക്കുകയാണെങ്കിൽ ആ പെയിന്റിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും ദുനിയാവിന്റെ കാര്യത്തിൽ. പക്ഷെ പരലോകത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ അത് ഉടനെ തൊണ്ട തൊടാതെ വീഴുന്ന ഒരവസ്ഥ, തെളിവ് നോക്കാതെ വീഴുന്ന അവസ്ഥ, ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മൾ തെളിവുകളുടെ പിന്നാലെ സഞ്ചരിക്കേണ്ടവരാണ്. ഈ ദുനിയാവ് അത് ശാശ്വതമല്ല, നശ്വരമാണ്. ശാശ്വതമായിട്ടുള്ള പരലോകത്തിന് രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അതിന് നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. നാഥ, നീ ഞങ്ങൾക്കതെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ ശിർക്ക്, ഖുറാഫാത്ത്, ഹറാമി, ബിദ്അത്തുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമയേകി അനുഗ്രഹിക്കണേ റഹ്മാനെ. തിന്മകളിൽ നിന്ന് പൂർണ്ണമായി രക്ഷ നേടാനും നന്മയിൽ മുന്നേറാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കാരണം, രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നാദാ, പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകയറാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഉപ്പുമ്മമാർ, സഹോദരി സഹോദരന്മാർ, കുടുംബക്കാർ, ഉസ്താദുമാർ, നാദാ, അവർക്കെല്ലാവർക്കും അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും നാളെ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. أقم الصلاة.